സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വിവാഹത്തിന്റെ സമയം എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ കാലമാണ്. ആ ചുരുങ്ങിയ കാലത്തെ സുഖമുണ്ടല്ലോ, ആ സുഖത്തിന് വേണ്ടിയാ നീ വിവാഹം കഴിച്ചത് എന്ന് നീ പറയുന്നു. അത് കഴിഞ്ഞപ്പോൾ പലപ്പോഴും നിനക്ക് ബേജാറുകളാണ്, ടെൻഷനുകളാണ്, പ്രയാസങ്ങളാണ്. എന്നിട്ടും നീ വിവാഹത്തെ കൈയൊഴിച്ചില്ല. എന്നിട്ട് ഈ ചെറിയ സമയത്തുണ്ടാകേണ്ട സുഖത്തിന്റെ സമയം, ആ സമയം ഒന്ന് റബ്ബിനെ ഭയപ്പെടണമെന്ന് പറഞ്ഞപ്പോൾ നിന്റെ കൂട്ടുകാരന് വേണ്ടി നീ റബ്ബിന്റെ നിയമത്തെ വലിച്ചെറിഞ്ഞവനായാൽ, നിന്റെ കൂട്ടുകാരന് വേണ്ടി അള്ളാഹുവിന്റെ ദീന് വലിച്ചെറിയുന്നവനായാൽ, പലരും പറയുന്നൊരു ന്യായാണ്, ഞാനിപ്പോ അതിലേക്ക് വിശദമായി കിടക്കുന്നില്ല, നിങ്ങളെ നാട്ടിലൊന്നും ഇല്ല എന്നാ ഞാൻ വിചാരിക്കുന്നത്. കല്യാണ വീടുകളിൽ പേക്കൂത്താണ്. ചോദിച്ചാ പുതിയാപ്പിള പറയും എന്റെ ചങ്ങാതിമാരെ പണിയാണ്, അല്ലേ? ചങ്ങാതിമാരുടെ സ്വഭാവമാണ്, അവരുണ്ടാക്കി വെച്ച ഫിത്നകളാണ്. ബാപ്പ പറയും ഞാൻ എന്ത് ചെയ്യാനാ, എന്റെ മോനെ പിടിച്ചിട്ട് കിട്ടിയില്ല, അവന്റെ വികൃതിയാണ് എന്ന് ബാപ്പയും പറയും. ചോദിക്കട്ടെ മുസ്ലിമേ, എന്റെ വീട്ടിലെ കല്യാണം എങ്ങനെ നടക്കണം എന്ന് തീരുമാനിക്കാൻ എനിക്ക് അധികാരമുണ്ടോ? ഉണ്ട് അല്ലേ? പക്ഷേ നിന്റെ നാവ് ഉയർത്താൻ നിനക്ക് മനസ്സനുവദിക്കാതിരുന്നത് ആ ദീനിന് വിരോധിക്കപ്പെട്ട കാര്യത്തോട് എന്തോ ഒരു താല്പര്യമുള്ളത് കൊണ്ടാണ്. ആ ദീനിന് വിരോധിച്ച കാര്യത്തോട് എന്തോ ഒരു താല്പര്യം നിന്റെ ഹൃദയത്തിലും എവിടെയോ ബാക്കിയുള്ളത് കൊണ്ടാണ്. എന്റെ വീട്ടിൽ വിവാഹം 5 കഴിഞ്ഞിട്ടുണ്ട്. 5 വിവാഹങ്ങൾ എന്റെ വീട്ടിൽ വെച്ച് കഴിഞ്ഞിട്ട് ഒരു ക്യാമറ പോലും വീട്ടിൽ കയറ്റാൻ പാപ്പ അനുവദിച്ചിട്ടില്ല. പലരും മൊബൈൽ പിടിച്ചിട്ടുണ്ടാകാം, അത് വൈറലാക്കിയിട്ടുണ്ടാകാം. കാരണം ഇന്ന് തടയാൻ പറ്റുന്ന സാധനമല്ല ഈ ഫോട്ടോ എടുക്കല്. അതേ സ്ഥാനത്ത് ഞാനിത് പറഞ്ഞത് ഫോട്ടോ എടുക്കല് തെറ്റാണ് എന്നല്ല, ഫോട്ടോ എടുക്കല് ഹറാമാണ് എന്നല്ല. അതേ സ്ഥാനത്ത് നിങ്ങൾ ചിന്തിച്ചു നോക്ക്, കല്യാണ വീടുകളിൽ ഇപ്പൊ അന്യപുരുഷനെയും പെണ്ണിനെയും നിർത്തിയിട്ട് ഫോട്ടോ എടുക്കലാണ് ഏറ്റവും വലിയ കർമ്മം. അല്ലെ? ആ പുരുഷന്മാരെ കൂടെ, ഏത് പുരുഷന്മാരെ കൂടെ, ഇവരുടെ ഈ ഭാര്യന്റെ ഭർത്താവിന്റെ ചങ്ങാതിമാരെ കൂടെ സ്റ്റേജിൽ ഒന്നിച്ചു നിർത്തിയിട്ട് ഫോട്ടോ എടുക്കൽ ഒരു സുന്നത്താണ്. ആരെ സുന്നത്താണോ? നബിതങ്ങളെ സുന്നത്ത് വലിച്ചെറിഞ്ഞിട്ട് ഹറാമ് മുറുകെ പിടിച്ചുള്ള ജീവിതവും നയിച്ചിട്ട് പൈതേ പള്ളിയിലെ ഉസ്താദിനെയും നമ്മളെ നാട്ടിലേറ്റവും പ്രമുഖനായ തങ്ങളെയും കൊണ്ടുവന്നിട്ട് റബ്ബനാ ഹബ്ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുനിൻ, അതേ ദുആ ചെയ്യണേ. അല്ലാഹ് ഖുർറത അയുനായ തഖ്വയുള്ള മക്കളെ തരണേ അല്ലാഹ് എന്ന് തങ്ങന്മാരെ കൊണ്ടുവന്ന് ദുആ ആരംഭിക്കുകയാണ്. സയ്യിദന്മാരെ കൊണ്ട് പ്രാർത്ഥന നടത്തിക്കുകയാണ്. പള്ളിയിലെ ഉസ്താദിനെ കൊണ്ട് ദുആ ചെയ്യിപ്പിക്കുകയാണ്. നമുക്കറിയുന്ന ഉസ്താദുമാരോടൊക്കെ ദുആ കൊണ്ട് പറയാണ്. എന്നിട്ട് അവരും ദ്വാരക്കാണ്, ബാറക്കല്ലാഹു ലക്കുമാ വബാറക അലൈക്കുമാ വജമഅ ബൈനകുമാ ഫീ ഖൈർ. നിങ്ങളെ ഖൈറിൽ അള്ളാഹു ഒരുമിച്ച് കൂട്ടട്ടെ എന്ന് ദ്വാരക്കാണ്. എവിടുന്നാ ദ്വാരക്കുന്നത് എന്നറിയോ? ഇവർക്ക് നാളെ ഡാൻസ് ചെയ്യാൻ വേണ്ടി ഇവർക്ക് വെച്ച സ്റ്റേജിന്റെ മേലെ വെച്ച്, അല്ലെ? അന്യ പെണ്ണിനെയും കൂട്ടിയിട്ട് ഡാൻസ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കി വെച്ച സ്റ്റേജിന്റെ മേലെ വെച്ച്, അന്യ പുരുഷനും പെണ്ണും കലർന്ന് നിന്നിട്ട് ഫോട്ടോ എടുക്കാനുള്ള സ്റ്റേജിന്റെ മേലെ കയറിയിട്ട്, മുസ്ലിയാരെ നിങ്ങൾക്കെന്താ അതിന് നഷ്ടം വരാനുള്ളത്? മുസ്ലിയാർക്കൊന്നും നഷ്ടം വരാനില്ല കേട്ടോ, എനിക്കൊരു നഷ്ടവും വരാനില്ല. നഷ്ടം വരാനുള്ളത് പുതിയാപ്പിളയായ നിനക്കാണ്, അതേ പുതിയുണ്ണിയായ നിനക്കാണ്. വിവാഹത്തിന്റെ ജീവിതത്തിൽ ബറക്കത്ത് തീരേണ്ടവനാരാ? പ്രസംഗിക്കുന്ന മുസ്ലിയാരാണോ? അല്ല. അതേ സ്റ്റേജിൽ പങ്കെടുത്ത ഏതെങ്കിലും തങ്ങന്മാരാണോ? അല്ല. മുസ്ലിയാക്കന്മാരാണോ? അല്ല. ബറക്കത്ത് തരേണ്ടവൻ അല്ലാഹുവാണ്. സ്റ്റേജിൽ വന്ന മുസ്ലിയാര് വരുന്നത് വരെ ഒരു ഹറാമില്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയും. മുസ്ലിയാര് പോകുന്നത് വരെ ബാൻഡ് ഇല്ലാതെ പറ്റും, ഡാൻസ് ഇല്ലാതെ പറ്റും, മഞ്ഞവണ്ടില്ലാതെ പറ്റും. അത് കഴിഞ്ഞാൽ പിന്നൊക്കെ ജായിസാണ് എന്ന് വിചാരിക്കുന്ന സ്വഭാവമില്ലേ മുസ്ലിമെ? ആരെ ബോധ്യപ്പെടുത്താൻ, ആരെ കാണിക്കാന്? സുത്താവായ റബ്ബിനെ ഭയപ്പെടുന്ന ജീവിതം കയ്യിലില്ലെങ്കിൽ അവന്റെ കാര്യം വലിയ ബേജാറ് തന്നെ. ചോദിക്കേണ്, മോനെ നീ അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് പ്രതീക്ഷിക്കേണ്, പക്ഷേ നിന്റെ ജീവിതത്തിൽ അതിനു വേണ്ടിയുള്ളൊരു അമല് ഞാൻ കാണുന്നില്ലല്ലോ. നബിതങ്ങളെ ഭയപ്പെട്ട് ജീവിച്ചൊരു ജീവിതം നിന്റെ കയ്യിൽ കാണാനില്ലല്ലോ. അവിടുത്തെ സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ചത് കാണാനില്ലല്ലോ.
കാസർഗോഡ് ജില്ലയിൽ വന്ന വലിയ സന്തോഷമാണ്. എന്താ കാരണം എന്നറിയോ?